കുട്ടിക മൗലവി എന്തൊക്കെയുണ്ട് വിശേഷം? അൽഹംദുലില്ലാ. സുഖം. സുഖമാകുന്നു. ആരാകുന്നു? നാസ്ത കഴിച്ചോ? ഭക്ഷണം കഴിച്ചു. അൽഹംദുലില്ലാ. എവിടെ നാട്ടിലുണ്ടാ? നാട്ടിലുണ്ട്. പിന്നെ മൗലവി പിന്നെ ഒരു ഹദീസ് ഇട്ടിക്കണ്, ഒരു സുന്നി പണ്ഡിതന് ഒരു ഹദീസ് ഇട്ടിക്കണ്, ഇഖ്റഉ അലാ മൗതാക്കും സൂറത്ത് യാസീൻ എന്ന് പറഞ്ഞിട്ട്. നമുക്ക് മരിച്ചോടത്ത് ഖുർആൻ ഓതാൻ പറ്റുമോ? ഖുർആൻ മരിച്ചോടത്ത് ഓതാനോ? ആ മരിച്ചോടത്ത് ഓതാ, അല്ലാത്തോടത്ത് ഓതാ. ഇപ്പൊ മയ്യത്തിന്റെ അരികില് നിങ്ങളിൽ നിന്ന് ആരെങ്കിലും മരണപ്പെട്ടാൽ അവിടെ യാസീൻ ഓതിക്കോളൂ എന്നാണ് അതിന്റെ അർത്ഥം. ആ മുസ്ലിയാർ വെച്ചേ. അതെ, മരിച്ചിട്ട് യാസീൻ ഓതാ, സുഹൃത്ത് മീൻ ഓതാ, ഒക്കെ ഓതാ. മരിച്ച മയ്യത്തിന്റെ അരികില് ഓതാ അല്ലേ? മയ്യത്തിന്റെ അരികിൽ ഓതാ പറയാ. അല്ല, മയ്യത്തിന്റെ അരികിൽ ഓതിക്കൂടെ? അതെ അതെ, ഖുർആൻ ഇപ്പോഴും നമുക്ക് ഓതാ. അല്ല, മയ്യത്തിന്റെ അരികിൽ ഓതാൻ പറഞ്ഞാല് മയ്യത്തിന് ഓതാ. ഓക്കെ. പിന്നെ വേറെ ഹദീസ് ഉണ്ട്, പിന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് വേറെ ഹദീസും പാടിട്ടിക്കണ്. ഇതാ ഹളറത്തുൽ മരിയൽ അവിൽ മയ്യിത്ത ഫഖൂലു ഖൈറ. നിങ്ങൾ മരണം ആസന്നമായ ആൾ അരികിൽ ചെന്നാലും മരിച്ച ആൾ അരികിൽ ചെന്നാലും നല്ലത് പറയണം എന്ന് പറഞ്ഞിട്ട്. നല്ലത് പറയണം. അത് നല്ലതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലത് ഖുർആനാണെന്നും പറയുന്നില്ലേ? അതെ, അപ്പൊ ഖുർആൻ ഓതല്ലേ നമുക്ക് മരിച്ചോടത്ത് കുട്ടിമാ മൗലവി? അതെ, മരിച്ചോടത്തല്ലേ ഇവിടുന്ന് ഖുർആൻ ഓതാ. അല്ല, അത് നമുക്ക് ഓതാ. അല്ല, ഇവിടെ കൃത്യമായിട്ട് ഹദീസിൽ ഇങ്ങനെ പറയുമ്പോൾ മരിച്ചോടത്ത് തന്നെ ഓതിക്കൂടെ? അതെ. സംശയം തീർക്കാൻ വേണ്ടിട്ടായിരുന്നു. ഓക്കെ, അൽഹംദുലില്ലാ. പിന്നെ വേറെന്തൊക്കെയുണ്ട്? ആയിക്കോട്ടെ. പിന്നെ ഈ ഒരു ചെറിയ സംശയം പാടെ. ബുഖാരിയിലെ 1001 നമ്പർ ഹദീസിൽ ഇങ്ങനെ കാണാം, കനത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി സുബ്ഹി ഖാല നഅം എന്ന് പറഞ്ഞിട്ടൊരു ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബ്ഹിക്ക് അല്പം ഖുനൂത്ത് ഓതാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഉണ്ടോ? ഒരു മദ്ഹബിനെ നമ്മൾ അന്ധമായി അനുകരിക്കണ്ട. അല്ല, അങ്ങനെയല്ല. ഞാൻ ബുഖാരിയിലെ ഹദീസ് കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് അനസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, റസൂലുള്ള സുബ്ഹിക്ക് ഖുനൂത്ത് ഓതാറുണ്ടായിരുന്നോ? കാല, അദ്ദേഹം പറഞ്ഞു നഅം, അതേ ഓതാറുണ്ടായിരുന്നു. റുക്കൂവിന് ശേഷം അല്പം ഖുനൂത്ത് ഓതാറുണ്ടായിരുന്നു. ബുഖാരിയിലെ 1001 നമ്പർ ഹദീസാണ്. മദ്ഹബിന്റെ പണ്ഡിതന്മാരതല്ലല്ലോ ഉദ്ധരിച്ചത്. അതിപ്പോ മുജാഹിദുകളും നമ്മളൊന്നും സ്വീകരിക്കല്ലോ. നമ്മളിപ്പോ ഹദീസ് മാത്രമാണല്ലോ എടുക്കല്. അപ്പൊ ഹദീസും ആയത്തായതുകൊണ്ട് ആ ഹദീസിലുള്ളതാണ് പോലും പറഞ്ഞത്. എടുക്കുന്നവരുണ്ട്. അപ്പൊ നമുക്ക് ആ ഹദീസ് വെച്ചിട്ട് പിന്നെന്താ ഈ മുജാഹിദുകൾ ഇത് ചെയ്യാത്ത കുട്ടിമ മൗലവി? ഇത്ര വ്യക്തമായ ഹദീസൊക്കെ ഉണ്ടായിട്ട്. അനസി അമ്പലിയിലേക്ക് പോകണ്ടെന്ന് ഹദീസ് ഇട്ട പിന്നെ ബുഖാരിയിലെ 1001 നമ്പർ ഹദീസ് ഇട്ട പിന്നെ അനസി അമ്പലി എന്ന് പറഞ്ഞാണ്ട് പോണോ? ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഹദീസ് ഇട്ടാലോ? ഹദീസിന്റെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? ബുഖാരിയിലെ ഹദീസ് ലൈഫോ? ബുഖാരിയിലെ ഹദീസ് ലൈഫ് ഉണ്ടാവില്ലല്ലോ. ഈ കൃത്യമായിട്ട് റസൂലിന്റെ സുബ്ഹിക്ക് ഖുനൂത്ത് ഓതി അറിയുമ്പോ നമുക്ക് ഓതിക്കൂടെ കുട്ടി മുസലായി? മദ്ഹബ് പോട്ടേന്ന്, മദ്ഹബ് നമുക്ക് ഒഴിവാക്കുക. ഹദീസ് പറയും, ഹദീസല്ല ഇട്ടത് കാല. എന്തുകൊണ്ടാണ് ഉണ്ടായത്? വിഷയത്തിന് മാറലി മൗലവി. മദ്ഹബിന്റെ പണ്ഡിതന്മാർക്കുള്ള അഭിപ്രായത്തിന്റെ ഹദീസിലേക്ക് മടക്കിക്കോളൂ, ഖുർആനിലേക്കും സുന്നത്തുക്കും മടക്കിക്കോളി എന്നല്ലേ പറഞ്ഞേ നമ്മളെ മൗലവിമാര്? അപ്പൊ ഹദീസ് സുന്നത്തുക്കല്ലേ മടക്കിയത്? റസൂലിന്റെ സുബ്ഹിക്ക് ഖുനൂത്ത് ഓതി ബുഖാരിയിലെ ഹദീസുമാണ്. ലൈഫാക്കാൻ പറ്റും നമുക്ക്? അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. നമുക്ക് ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോ തർക്കത്തിലേക്ക് കൊണ്ടുവരണ്ട. തർക്കത്തിലേക്ക് ഒരിക്കലും കൊണ്ടുവരണ്ട. പല വിഷയങ്ങളിലേക്ക്. അല്ല, നമുക്ക് ഹദീസ് നോക്കിയിട്ട് ഇപ്പൊ ഞാൻ ഇപ്പൊ സുബ്ഹിക്ക് നാളെ മുതൽ ഖുനൂത്ത് ഓതട്ടെ? നാളെ മുതൽ ഈ ഹദീസ് പ്രകാരം ഞാൻ ഖുനൂത്ത് ഓതിയാൽ എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നിങ്ങൾ നാളെ മുതൽ ഓതിക്കോളിട്ടോ. എന്താ ഹദീസ് ഉള്ളതല്ലേ കുട്ടിമ മൗലവി? കുട്ടിമ മൗലവി ഹദീസ് ഉള്ളതല്ലേ? അപ്പൊ നിങ്ങൾക്ക് നാളെ മുതൽ നിങ്ങൾ ഇമാമത്തായി നിൽക്കുന്ന പള്ളിയിൽ നിങ്ങൾ ചെയ്യട്ടോ. അപ്പൊ നിങ്ങൾ ചെയ്യണം. എന്താ പറയുക, നമ്മൾ വെറുതെ തർക്കിച്ച്, നമ്മൾ ദുനിയാവിനും വേണ്ടിയിട്ടല്ലോ ആഖിറത്തിനും വേണ്ടിയിട്ടല്ലേ കുട്ടിമ മൗലവി? നമ്മള് മർക്കട മുഷ്ടിക്ക് വേണ്ടിയിട്ട് ഉള്ളതില്ലാതാക്കണ്ടല്ലോ. ഇല്ല, നിങ്ങൾ പറഞ്ഞേക്ക്. നിങ്ങൾ ഖുനൂത്ത് ഓതാണ്, നിങ്ങളെ മസ്ബൂക്ക് നിങ്ങൾ കഴിഞ്ഞ താല്പര്യമില്ല, എന്ത് ചെയ്യും നിങ്ങൾ? അല്ല, നമുക്ക് അതിലേക്കൊന്ന് പോകണം. ഹദീസല്ലേ? അതായത് നമ്മള് പിന്നെ ഖുർആനിക്കും സുന്നത്തുക്കും മടക്കിയാ പിന്നെ നമുക്ക് വേറെ ചർച്ചന്റെ ആവശ്യമില്ലല്ലോ. ഹദീസല്ലേ? ബുഖാരിയിലെ 1001 നമ്പർ ഹദീസ്, സുഇല അനസുൻ അകനത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി സുബ്ഹി ഖാല നഅം. പോരെ? അഭിപ്രായ വ്യത്യാസമാണ്. എങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുക?
എത്ര കൃത്യമാണ് റസൂലുള്ളാഹി സുബ്ഹിക്ക് ഖുനൂത്ത് ഓതാറുണ്ടായിരുന്നു എന്ന് അനസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അതേ ഓതാറുണ്ടായിരുന്നു. റുക്കൂഇന്റെ ശേഷമാണോ മുമ്പാണോ? ശേഷം അല്പം യസീറ ഓതാറുണ്ടായിരുന്നു. ഇത് നോക്കി മാക്കാൻ യസീദ് ഫി റമദാൻ വലാഫിയ വൈദായിട്ട് 11 റക്അത്ത് നിസ്കരിക്കാൻ പാടുള്ളൂ. അല്ല തറാവി തറാവിഹേ 23 നിസ്കരിക്കുന്നവരില്ലേ? തറാവിഹ് 23 നിസ്കരിക്കുന്നവരുണ്ടല്ലോ. അല്ല ഇപ്പൊ പെട്ടെന്ന് അങ്ങോട്ട് പോകേണ്ട ഒരു ആവശ്യം വന്നത് പല വിഷയങ്ങളും ഇല്ല. തറാവീഹ് റസൂലുള്ളാഹി നിസ്കരിച്ചത് എത്രയാണെന്ന് വ്യക്തമായിട്ട് വന്നിട്ടില്ലല്ലോ. ഉണ്ടല്ലോ. നമ്മൾ തറാവിയിലേക്ക് ചാടിപ്പോ ഇല്ല. റസൂലുള്ളാഹി നിസ്കരിച്ചിട്ടില്ല. തറാവീഹ് റസൂലുള്ളാഹി 11 നിസ്കരിച്ചിട്ടില്ല. ആയിഷാബിയോട് ചോദിച്ചു. അപ്പൊ ആയിഷാബി എന്താ പറഞ്ഞത്? റമളാനിലും അല്ലാത്തപ്പോഴും 11 അധികരിപ്പിച്ചിട്ടില്ല. റമളാനിലും അല്ലാത്തപ്പോൾ നിസ്കാരമാണോ തറാവീഹ് നിസ്കാരം? തറാവീഹ് നിസ്കാരം റമളാനിൽ മാത്രമുള്ളതാണോ? അല്ലോ. അല്ല, പല പേരുകളിൽ അറിയപ്പെടുന്നു. തറാവീഹ് നിസ്കാരം റമളാനിൽ മാത്രമുള്ളതാണെന്നാണ് മുജാഹിദുകൾ അവരുടെ പ്രസിദ്ധീകരണങ്ങൾ പഠിപ്പിക്കുന്നത്. എങ്ങനെ വിശ്രമം എടുത്ത് ആരാ പറഞ്ഞത്? തറാവീഹ് എന്ന് പറഞ്ഞ സ്പെഷ്യൽ നിസ്കാരം ഇല്ല എന്ന് ആരാ പറഞ്ഞത്? അല്ല, തറാവീഹ് അപ്പൊ റമളാനിൽ ഒരു സ്പെഷ്യൽ നിസ്കാരം ഇല്ലേ? ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റിയതാണ് റമളാനില് ഒരു സ്പെഷ്യൽ നിസ്കാരം ഉണ്ടോ ഇല്ലയോ? നമ്മളെ വിഷയത്തിന് മാറിട്ടോ. ഇല്ല, ആ വിഷയങ്ങളിലൊക്കെ അഭിപ്രായമുണ്ട്. റമളാനിൽ ഒരു സ്പെഷ്യൽ നിസ്കാരം ഉണ്ടോ ഇല്ലയോ? അതെ, റമളാനിൽ ഒരു സ്പെഷ്യൽ നിസ്കാരം ഉണ്ടോ ഇല്ലയോ? ഒരു സ്പെഷ്യൽ നിസ്കാരം റമളാനിൽ മാത്രമുള്ള ഒരു നിസ്കാരം ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. അപ്പൊ ആ നിസ്കാരമല്ലേ തറാവീഹ് നിസ്കാരം? അപ്പൊ നിങ്ങൾ ആദ്യം ഓതിയ ഹദീസിൽ റമളാനിൽ അല്ലാത്തപ്പോൾ നിസ്കാരത്തിലുള്ള ഹദീസല്ലേ ഇട്ടത്? അത് ഇവിടേക്ക് വിറ്റാക്കുക. റമളാനിൽ അല്ലാത്ത തറാവീഹ് ഇല്ലല്ലോ, അത് നിങ്ങളിപ്പോ പറഞ്ഞില്ലേ? എന്താണ് റസൂൽ റമളാനിൽ മാത്രം തറാവീഹ് നിസ്കാരം ഉണ്ടോ? റമളാനിൽ മാത്രം സ്പെഷ്യൽ നിസ്കാരം ഉണ്ടോ? അത് ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ പറഞ്ഞില്ല. അങ്ങനെയല്ല, ഓരോ കാരണത്താലും ഓരോ പേര് കിട്ടും. റമളാനിലെ വാദപ്രകാരം റമളാനിൽ മാത്രം ഒരു നിസ്കാരം സ്പെഷ്യൽ നിസ്കാരം ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ഹദീസ് ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റമളാനിലെ നിസ്കാരത്തിന് ഞാൻ നിങ്ങൾക്ക് സുന്നത്താക്കി തന്നു. റമളാനിലെ നോമ്പിന് അള്ളാഹു നമുക്ക് ഫർളാക്കി തന്നതുപോലെ റമളാനിലെ നിസ്കാരത്തിന് ഞാൻ നിങ്ങൾക്ക് സുന്നത്താക്കി തന്നു. ആരെങ്കിലും ആ റമളാനിലെ നോമ്പും ആ നിസ്കാരം നിർവഹിച്ചാൽ അവന്റെ സർവ്വദോഷങ്ങളും പൊറുക്കപ്പെടും. ഏതുപോലെ കയൗമി വലദതുഹു ഉമ്മുഹു, അവന്റെ ഉമ്മ പ്രസവിക്കപ്പെട്ട ദിവസം പോലെ അവനാക്കി കൊടുക്കുമെന്ന് ഹദീസുണ്ട്. അപ്പോഴോ അത് ഇബ്നു തൈമിയ്യ അടക്കം ഉദ്ധരിച്ചിട്ടുണ്ട്. അത് ഇബ്നു തൈമിയ്യ അടക്കം ഉദ്ധരിച്ചിട്ടുണ്ടില്ലോ. റമളാനിൽ മാത്രം നിസ്കാരമുണ്ട്. റമളാനിലെ നോമ്പ്, റമളാനിലെ നിസ്കാരം, റമളാനിലെ നോമ്പിന് അള്ളാഹു നമുക്ക് ഫർളാക്കി തന്നു. എന്നാൽ റമളാനിലെ നിസ്കാരത്തിന് ഞാൻ നിങ്ങൾക്ക് ശരിയാക്കി തന്നു. വസനൻതുലക്കും സിയാമഹു ഖിയാമഹു വസനൻതുലക്കും ഖിയാമഹു. ആ റമളാനിലെ നിസ്കാരത്തിന് ഞാൻ നിങ്ങൾക്ക് സുന്നത്താക്കി തന്നു. ഫമൻ സ്വമഹു വഖമഹു ഖറജ മിൻ ദുനൂബിഹി കയൗമി വലദതുഹു ഉമ്മുഹു. ഇബ്നു തൈമിയ്യ അടക്കം ഉദ്ധരിച്ചിട്ടുണ്ട്. നിങ്ങളില്ലാന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകുക? റമളാനിൽ മാത്രം നിസ്കാരമുണ്ട്. ആ നിസ്കാരം ഏതാണ്? റമളാനിൽ മാത്രം നിസ്കാരം ഉണ്ടെന്ന് ഇപ്പൊ ഹദീസ് ഉദ്ധരിച്ച് ഞാൻ പറഞ്ഞു. ആ നിസ്കാരം ഏതാണ്? റമളാനിൽ മാത്രമുള്ള നിസ്കാരമാണോ തറാവീഹ് നിസ്കാരം? റമളാനിൽ മാത്രം നിസ്കാരം ഉണ്ടെന്ന് ഇപ്പൊ നിങ്ങൾ പറഞ്ഞു. അല്ലെങ്കിൽ ഹദീസ് കൊണ്ട് നിങ്ങൾ പറയേണ്ടി വരും. കാരണം ഹദീസ് ഞാൻ ഇവിടെ ഉദ്ധരിച്ചു. റമളാനിലെ നിസ്കാരത്തിന് ഞാൻ നിങ്ങൾക്ക് സുന്നത്താക്കി തന്നു എന്ന് പറയുമ്പോൾ ആ നിസ്കാരം ചൊവ്വാലില്ല. എന്താ റമളാനിലെ നിസ്കാരം ചൊവ്വാലുണ്ടോ? റമളാനിലെ നോമ്പിന് അള്ളാഹു നമുക്ക് ഫർളാക്കി തന്നു. റമളാനിലെ നിസ്കാരത്തിന് ഞാൻ നിങ്ങൾക്ക് ശരിയാക്കി തന്നു. ഫമൻ സ്വമഹു വഖമഹു ഖറജ മിൻ ദുനൂബിഹി കയൗമി വലദതുഹു. ഈ നിസ്കാരം റമളാനിന് ശേഷം ഉണ്ടോ? ഇത് മനസ്സിലായി. പല കാരണത്താൽ പല പേരുകളിൽ അറിയപ്പെടുന്നു. ചോദിച്ചല്ലോ മറുപടി പറയണത്. എന്താണ് കുട്ടിമോ സലാഹി, നിങ്ങള് അറിഞ്ഞിട്ടും സത്യം അറിഞ്ഞിട്ടും ഈ കളിക്കുന്ന കളി ഒരു സുഖമില്ലാത്തൊരു കളിയല്ലേ, തെറ്റല്ലേ? ഞാൻ ചോദിച്ചതൊന്നല്ല നിങ്ങൾ മറുപടി. വിത്ർ, തഹജ്ജുദ്, തറാവീഹ് ഇതൊക്കെ വേറെ വേറെ നിസ്കാരങ്ങളാണ്.
ഇതൊക്കെ ഒന്നാണെങ്കിൽ റമദാൻ അല്ലാത്തപ്പോ ഇത് ഉണ്ടാവണ്ടേ? നിങ്ങളിപ്പോ അപ്പൊ ഈ നിസ്കാരം ഏത്? അതായത് അള്ളാഹു നമുക്ക് പിന്നെ ഇഫ്തറല്ലാഹു സിയാമഹു, റമദാനിലെ നോമ്പിൽ അള്ളാഹു നമുക്ക് ഫർളാക്കി തന്നു. വസനൻതുലക്കും സിയാമഹു ഖിയാമഹു, ആ റമദാനിലെ നോമ്പിന് റമദാനിലെ നിസ്കാരത്തെ ഞാൻ നിങ്ങൾക്ക് സുന്നത്താക്കി തന്നു. ഫമൻ സ്വാമഹു വഖാമഹു, ആ നിസ്കാരം ആ നോമ്പൊക്കെ നിർവഹിച്ചാൽ അവന്റെ സർവ്വദോഷങ്ങളും പൊറുക്കപ്പെടുന്ന ഹദീസല്ലേ ഉദ്ധരിച്ചത്. പിന്നെ നിങ്ങൾ പറയാം റമദാനിൽ മാത്രം നിസ്കാരമില്ലാന്ന്. പഠിക്കാൻ മനസ്സിലാക്കാൻ ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഓക്കെ.